ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ കെയർ വീഡിയോ ആണ്. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെയർ പാക്ക് ആണ്. അപ്പോൾ നമ്മൾ എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്തത്. ഞാൻ എഗ്ഗിന്റെ വീഡിയോ നിങ്ങൾക്ക് മുന്നേ ചെയ്തു തന്നിട്ടുണ്ട് എങ്ങനെയൊക്കെ നമുക്കത് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലേക്കും ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ ചില ആളുകൾ ചില വീഡിയോസ് കണ്ടിട്ടായിരിക്കും. എനിക്ക് എൻ്റെ ഹെയറിന് പറ്റിയ ഒരു രീതിയുണ്ട്. ആ രീതിക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അതെങ്ങനെയാണെന്നുള്ള ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോണേ. അതിന്റെ മുന്നേ നമ്മളെ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. അപ്പോൾ നമ്മുടെ ചാനൽ ബ്യൂട്ടി ടിപ്സ് സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ് ആണ് കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് എന്താ ചെയ്യുന്നുള്ളത് നോക്കാം. ഏകദേശം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാദ്യം അപ്ലൈ ചെയ്യേണ്ട വെച്ചാൽ ഫ്രിസി ഡ്രൈ ഒക്കെ ആയതിനെക്കൊണ്ട് ഇത് ഫസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും. ഇവിടെ ഈ റൂമിൽ ഞാൻ ഒന്നും വെച്ചിട്ടില്ല. അതിനോട് ചിലപ്പം എക്കോ അടിക്കാൻ ചാൻസ് ഉണ്ട്, ഒന്ന് ക്ഷമിച്ചേക്കുക. അല്ല ഒക്കെ ആണെങ്കിൽ ഞാൻ പുറത്തായിട്ട് ഞാൻ വോയിസ് ഇടാൻ നോക്കാം. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ നിലവിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എനിക്ക് ഹെയറിന് ഗ്രോത്ത് വെച്ചെന്ന് തോന്നിയ ഒരു ഹെയർ ഓയിലാണ് നീലബൃങ്കാതി കേരള. ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഏതാ ഉപയോഗിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഒരു 3-4 വീക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടി തുടങ്ങി. എനിക്ക് അങ്ങനെ ബാക്കിയുള്ള ഹെയർ ഓയിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ട് അത്ര റിസൾട്ട് കിട്ടാത്തതിനെ കൊണ്ട് പിന്നെ ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയത്. എനിക്ക് ഇതിൻ്റെ 4ാമത്തെ ബോട്ടിലാണ് ഇപ്പം ഞാൻ നിലവിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ വാങ്ങി ഉപയോഗിക്കാൻ താല്പര്യം. ടെക്സ്ചർ ചേഞ്ച് ആവും, ഗ്രോത്ത് വെക്കും, പിന്നെ സ്പ്ലിറ്റ്നെസ് കുറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ ഹെയർ ഗ്രോത്ത് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ പൊട്ടിപ്പോലും അത്യാവശ്യം കുറച്ച് കനമുള്ള പോലെ തോന്നും. നമുക്ക് ഈ ഒരു ഹെയർ ഭയങ്കര ഫ്രിസ് ചെയ്ത് പറന്ന് കളിക്കുന്ന ടൈപ്പ് ആയിരിക്കും. അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നില്ല. ഇത് നമുക്കെന്ന് വെച്ചാൽ നല്ല കട്ടി പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷമാണ് എനിക്ക് ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ വന്നു തുടങ്ങിയത് കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ യൂസ് ചെയ്ത മുഖത്ത് പിമ്പിൾ വന്നതിൻ്റെ ഒരു ഇഷ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താഴേക്ക് അറിയിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ സ്കാൽപ്പിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ളതിനെ കൊണ്ട് താഴെ ഭാഗത്തേക്ക് നല്ലോണം ഇതിൻ്റെ കുടുക്കൊക്കെ പോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ചാടിക്കറി ചെയ്യാൻ നിൽക്കരുത്. ആദ്യം അതിൻ്റെ സ്പ്ലിറ്റ്നെസ്സും ജടയൊക്കെ പോക്കിയിട്ട് ചെയ്യാം. എന്നിട്ട് വേണം നമുക്കിനി അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ മടിയാണ് കാണും. ഇതിപ്പോൾ കാസ്റ്റർ ഓയിലും ഉള്ളതിനെ കൊണ്ട് കുറച്ചൊരു കട്ടി വന്നവരുണ്ട്. അല്ലെങ്കിൽ കുറച്ചൊരു കട്ടിയാണ്, പക്ഷെ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഇത് ഹെയറിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു അരമണിക്കൂർ വെക്കാൻ പറ്റാൻ അരമണിക്കൂർ വെക്കാം. നീരിറക്കമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതത്ര ഇഷ്യൂ വരുള്ളൂ. അതത്ര നീരിറങ്ങാൻ കുറച്ച് തിക്കായിട്ട് പെട്ടെന്ന് തന്നെ നമ്മളെ ഹെയറായിട്ട് ഒട്ടി നിൽക്കുന്ന മാതിരി നിൽക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങളുണ്ട് അപ്പം തന്നെ അത് അവിടെ കൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് ഈ ഭാഗത്തൊക്കെ കൊട്ടി തുടങ്ങി. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞത് കളിയായിട്ട് നിൽക്കുക. ഇങ്ങനെ ഓയിലൊക്കെ അപ്ലൈ ചെയ്താൽ പിന്നെ മുമ്പ് ഇങ്ങനെയൊക്കെയാണ് നിൽക്കുക. സോ ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ വെക്കാൻ പറ്റുക. അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് വെച്ചിട്ട് നല്ല രീതിയിൽ ആദ്യം വെള്ളത്തിൽ നല്ലോണം കഴുകുക. തണുത്ത വെള്ളത്തിൽ, ചൂടുവെള്ളത്തിലേക്കൊന്നും പോലെ തണുത്ത വെള്ളത്തിൽ നല്ലോണം കഴുകിയെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കണ്ടീഷണർ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താളി ഉണ്ടെങ്കിൽ താളി ഉപയോഗിക്കുക, അല്ലെങ്കിൽ കണ്ടീഷണർ വെച്ചിട്ട് ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പം ഹെയർ വാഷ് ചെയ്യുന്നത് ഞാൻ കാണിക്കേണ്ടല്ലോ, അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതല്ല. അപ്പോൾ ഇനി അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഹെയർ പാക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ വാഷ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അപ്പം വാഷ് ചെയ്തതിനുള്ള ഒരു ഇതാണത്. ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സ്മെല്ല് ഉണ്ടാവും, പക്ഷെ അത് കണ്ടീഷണർ വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ അത് അങ്ങ് മാറിക്കോളും. അപ്പോൾ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ സൺഡേ ഉള്ള ടൈമൊക്കെ നോക്കിയിട്ട്, സാറ്റർഡേ സൺഡേ ഒക്കെ നോക്കിയിട്ട് ചെയ്യാം. എന്താ കാര്യം വെച്ചാൽ നമുക്ക് അത്ര പുറത്തൊന്നും പോകേണ്ട ഒരു
പുറത്തുനിന്ന് പോകുന്ന പൊതുവെ പുറത്തൊക്കെ പോകുന്നതാണ് സൺഡേ ഒക്കെ. പക്ഷെ എന്നാലും നിങ്ങൾ കൂടുതലായിട്ട് വീട്ടിലിരിക്കുന്ന സമയമാണെങ്കിൽ ഈ ഒരു ഹെയറിന്റെ സ്മെല്ലിന്റെ ഇഷ്യൂ അത്ര വരില്ല. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകട്ടോ. ഇപ്പം എനിക്ക് അങ്ങനെ സ്മെല്ലൊന്നുമില്ല. നേരത്തെ കുറച്ചൊരു സ്മെല്ല് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ സ്മെല്ലൊന്നും തോന്നുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഉണങ്ങി കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ കോംബ് ചെയ്ത് മാറ്റുക. ആ വെള്ളത്തോടെ ഒരിക്കലും കോംബ് ചെയ്തത്. അപ്പോൾ നമ്മൾ മുടിയൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ സ്കാൽപ്പൊക്കെ നല്ലൊരു എന്താ പറയുക ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ചേഞ്ച് നിങ്ങൾക്ക് അത് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ രീതിയിലാണ് ചെയ്യൽ. ചില ഹെയർ ഓയിൽ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ പാക്ക് അപ്ലൈ ചെയ്തത്. വെച്ചാൽ നമ്മൾ ഈ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഒതുങ്ങി നിൽക്കില്ല. പെട്ടെന്ന് ഈ ഒരു എന്താ പറയുക മുട്ടേൻ്റെ ഈ വെള്ളയും കൂടെ വരുമ്പോൾ മുട്ടേൻ്റെ വെള്ളയും മഞ്ഞയും കൂടെ മിക്സ് ആയിട്ട് വരുമ്പോൾ അതൊരു കട്ടി പോയാൽ നമ്മൾ കണ്ടില്ലേ കുറച്ച് പിന്നെ ഒരു കട്ടി പോലെ ഒരു വെയിറ്റ് കൂടി വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഒന്നാമത് ഡ്രൈ ആണ്, അതിൻ്റെ ഇടയ്ക്കൂടെ ഈ ഒരു വെയിറ്റ് പോലെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് അപ്ലൈ ആവും. പക്ഷെ അതൊരു എങ്ങനെ ഒരു ഒരഞ്ഞ് പോലെ അതെന്താ പറയാന്ന് എനിക്ക് കറക്റ്റ് അല്ല, ഭയങ്കര ഡ്രൈ ആയിട്ട് പോലെ നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഓയിൽ ചെയ്തിട്ട് അതേപോലെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ലതാണ് നമുക്ക് ഹെയർ ഗ്രോത്തിനാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ ഹെയർ കെയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇത് നിങ്ങൾക്ക് അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. കേളി ആൻഡ് ഫ്രിസി ടൈപ്പ് ഹെയർ. മറ്റേ ടൈപ്പ് ഹെയറിൻ്റെ എനിക്കത് അത്ര പറയാൻ പറ്റൂല. എനിക്ക് ആ ഹെയർ അല്ലാത്തതിനെ കൊണ്ട് എനിക്കത് അങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല. സോ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വരുന്നു. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളെ ഒരു വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടെങ്കിൽ അതും കൂടി അങ്ങ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.